വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഗ്യാസ് ബർണർ വൃത്തിയാക്കാനുള്ള 2 വഴികളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അതിനു മുന്നേ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. വാളൻ പുളി ഉപയോഗിച്ചാണ് ആദ്യം നമ്മൾ ഗ്യാസ് ബർണർ വൃത്തിയാക്കുന്നത്. അതിനായി പുളി ഒരു പാത്രത്തിൽ എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ഉപ്പും ഇടുക. ചെറിയ ചൂടുള്ള വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നത്. ഇനി അവ നന്നായി മിക്സ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും വീഡിയോയിലുള്ള കുറവുകൾ കമൻറ്റായി രേഖപ്പെടുത്താനും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ബർണർ അതിൽ ഇട്ട് വെക്കുക. അത് മുങ്ങുന്ന തരത്തിൽ വെള്ളം ഉണ്ടായിരിക്കണം. 5-6 മണിക്കൂർ ഇതിൽ തന്നെ ഇട്ട് വെക്കേണ്ടതുണ്ട്. അതിനുശേഷമാണ് നമ്മൾ വൃത്തിയാക്കുന്നത്. ഞാൻ മുമ്പ് ചെയ്ത വീഡിയോയുടെ ലിങ്കുകൾ ചുവടെ കൊടുക്കുന്നുണ്ട്. അത് എല്ലാവരും കാണുക. ചെറുമാതിരി ഒന്ന് ഉരച്ചു കഴിഞ്ഞാൽ തന്നെ ഇതിലുള്ള അഴുക്കുകളെല്ലാം തന്നെ വേർപെട്ടു പോകുന്നതാണ്. ഇനി നമുക്കത് വെള്ളം ഉപയോഗിച്ച് കഴുകാം. ഇപ്പോൾ അത് നന്നായി വൃത്തിയായിട്ടുണ്ട്. ഇനി നമ്മൾ രണ്ടാമത്തെ രീതിയിലാണ് ഗ്യാസ് ബർണർ വൃത്തിയാക്കാൻ പോകുന്നത്. അതിനായി ഒരു പാത്രത്തിൽ തുല്യ അളവിൽ വിനാഗിരിയും വെള്ളവും ചേർത്ത് കൊടുക്കുക. ബർണർ മുങ്ങുന്ന രീതിയിൽ ഇവ രണ്ടും ഉണ്ടായിരിക്കേണ്ടതാണ്. ഇനി ബർണർ അതിൽ ഇട്ട് വെക്കുക. നന്നായി ക്ലീൻ ചെയ്യുന്നതിനായി 2 മണിക്കൂറോളം നമ്മൾ ഇതിൽ ഇട്ട് വെക്കേണ്ടതുണ്ട്. 2 മണിക്കൂറിന് ശേഷം ഇവ നമുക്ക് വൃത്തിയാക്കാവുന്നതാണ്. കൈകൊണ്ട് ഉരതുമ്പോൾ തന്നെ ഇതിലുള്ള അഴുക്കുകൾ പോകും. ഒന്ന് 2 മണിക്കൂറിനുള്ളിൽ ഗ്യാസ് ബർണർ വൃത്തിയാക്കി എടുക്കേണ്ടതുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യുക. അല്ലെങ്കിൽ ആദ്യം ചെയ്ത രീതിയിൽ ചെയ്യുക. ആദ്യം ചെയ്ത രീതിയിൽ ചെയ്യുന്നതാണ് ബർണറുകൾക്ക് ഏറ്റവും നല്ലത്. സാധാരണ എല്ലാവരും നിർദ്ദേശിക്കുന്നതും പുളിവെള്ളത്തിൽ ഇട്ടുവെച്ചതിന് ശേഷം കഴുകാനാണ്. അത് കൂടുതൽ ടൈം എടുക്കുമെങ്കിലും ബർണറുകൾക്ക് അതാണ് ഏറ്റവും ഉത്തമം. ഇപ്പോൾ ബർണർ പുതിയതുപോലെ വെട്ടിത്തിളങ്ങുന്ന